അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് OPAMP യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഫോളോവറാണ്. നമ്മുടെ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നുള്ള ഇൻപുട്ട് സിഗ്നൽ പിൻ നമ്പർ 3 നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. നമ്മുടെ പിൻ നമ്പർ 6ൽ നിന്ന് ഔട്ട്പുട്ട് പിന്നിൽ നിന്ന് പിൻ നമ്പർ 2ലേക്ക് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലേക്ക് നമ്മളൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ DSO ചാനൽ 1 നമ്മുടെ ഈ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്, നമ്മുടെ ഇൻപുട്ട് DSOയിൽ കാണാൻ വേണ്ടി. അതിനുശേഷം പിൻ നമ്പർ 6ലേക്ക് നമ്മൾ DSO ചാനൽ 2 കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഫോളോവറിൻ്റെ പ്രത്യേകത, ഇതിൽ റെസിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ് ഔട്ട്പുട്ടിൽ നിന്ന് പിൻ നമ്പർ 6ൽ നിന്ന് ഇൻപുട്ട് പിൻ നമ്പർ 2ലേക്ക്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. ഇതിന് +15 വോൾട്ട്, ഗ്രൗണ്ട് -15 വോൾട്ട് എന്നിങ്ങനെ 3 ടെർമിനൽസ് ആണുള്ളത്. പിന്നെ നമ്മുടെ സിഗ്നൽ ജനറേറ്റർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സൈൻ വേവ് ആണ്. അത് 1 kHz സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈൻ വേവ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക, പ്രോബ് കണക്ട് ചെയ്യുക. പിന്നെ DSO ചാനൽ 1 ബ്ലൂവിൽ യെല്ലോയിൽ കാണുന്നതാണ് ഇൻപുട്ട്, DSO ചാനൽ 2ൽ കാണുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ അതിൻ്റെ വോൾട്ടേജ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, <= 1 ആയിരിക്കും. അതായത് ഇതിൽ യാതൊരു തരത്തിലുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കുന്നില്ല. നമ്മൾ ഇമ്പഡൻസ് മാച്ചിങ് മറ്റുള്ള 2 സർക്യൂട്ടുകൾ തമ്മിൽ ഇൻ്റർഫേസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പഡൻസ് വളരെ ലോ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ, 2 സർക്യൂട്ടുകൾ തമ്മിൽ വ്യത്യസ്ത ഇമ്പഡൻസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വോൾട്ടേജ് ഫോളോവർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോൾട്ടേജ് ലെവലിൽ യാതൊരു തരത്തിലുള്ള വേരിയേഷൻസും ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും, ആംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം, യെല്ലോയിൽ കാണുന്ന മുകളിലുള്ളതാണ് ഇൻപുട്ട് സിഗ്നൽ. അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 1 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. അതിൻ്റെ താഴെ കാണുന്നതാണ് ബ്ലൂവിൽ കാണുന്നതാണ് ചാനൽ 2ൽ ഔട്ട്പുട്ട്. ഇപ്പോൾ ഒരു വോൾട്ടേജ് ഫോളോവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഈ സെയിം ഫേസ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ <= ശ്രദ്ധിക്കേണ്ടത്.